ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ലെസൺ ആയിട്ടുള്ള ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന സ്റ്റോറിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ട് എന്ന എഴുത്തുകാരനാണ്. ഈ സ്റ്റോറിയിൽ എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു ആൺകുട്ടിയുടെ കഥയാണിത്. അവൻ എങ്ങോട്ടാണ് പോകുന്നത്, അവൻ എന്തൊക്കെയാണ് കാണുന്നത്, അവൻ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ സ്റ്റോറിയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ റൈറ്റർ റസ്കിൻ ബോണ്ടാണെന്ന്. റസ്കിൻ ബോണ്ടാണ് ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. റസ്കിൻ ബോണ്ട് ഈസ് ആൻ ഇന്ത്യൻ റൈറ്റർ ഹു റൈറ്റ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു ഇന്ത്യൻ റൈറ്ററാണ് ആര്? റസ്കിൻ ബോണ്ട്. ഹി ഹാസ് റിട്ടൺ നോവൽസ് ആൻഡ് പോയംസ് ആൻഡ് ഇസ് നോൺ മോസ്റ്റ്ലി ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. അദ്ദേഹം കുറേ നോവൽസും കവിതകളെല്ലാം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മെയിനായിട്ട് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യത്തിലാണ്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ സാഹിത്യരചനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഹി ഹാസ് മോർ ദാൻ 500 ഷോർട്ട് സ്റ്റോറീസ് ടു ഹിസ് ക്രെഡിറ്റ്. അദ്ദേഹം 500-ലേറെ ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടെയിൻ. അതായത് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ, ഈ ബോയുടെയും ഈ ആൺകുട്ടിയുടെയും, റിവർ എന്ന് പറഞ്ഞാൽ പുഴയുടെയും ഇടയിൽ എന്തുണ്ടായിരുന്നു? ഒരു മൗണ്ടെയിൻ, മലയുണ്ടായിരുന്നു. ദ ബോയ് വാസ് യങ് ആൻഡ് ദ റിവർ വാസ് സ്മോൾ ബട്ട് ദ മൗണ്ടെയിൻ വാസ് ബിഗ്. ബോയ് ഭയങ്കര ചെറുതായിരുന്നു, റിവറും ചെറുതായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മലനിര എങ്ങനത്തെ ആയിരുന്നു? വലിയതായിരുന്നു. ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ ഹിഡ് ദ റിവർ. ആ മലനിരയിൽ നിറയെ എന്തായിരുന്നു? മരങ്ങളായിരുന്നു. തിക്ലി ഫോറസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിറയെ മരങ്ങളുള്ള, കാട് പിടിച്ച നിറയെ മരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തുള്ള പുഴ കാണാൻ പറ്റില്ലായിരുന്നു. ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദെയർ. പക്ഷേ ഈ ആൺകുട്ടിക്ക് എന്താ അറിയായിരുന്നു? അവിടെ ഒരു പുഴയുണ്ടെന്ന് അറിയായിരുന്നു. ഹി ഹാഡ് നെവർ സീൻ ദ റിവർ വിത്ത് ഹിസ് ഓൺ ഐസ്. അവൻ എന്ത് ചെയ്തിട്ടില്ല? അവൻ്റെ കണ്ണുകൊണ്ട് ആ പുഴ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ ആ പുഴ ഇതുവരെ കണ്ടിട്ടില്ല. ബട്ട് ഫ്രം ദ വില്ലേജേഴ്സ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്. വില്ലേജേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഗ്രാമീണർ. അതായത് ഗ്രാമീണർ ഇതിനെപ്പറ്റി പറയുന്നത് അവൻ കേട്ടിട്ടുണ്ട്. ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ് ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. അതായത് ഈ പുഴയെ പറ്റിയും അതിലുള്ള മീനിനെ പറ്റിയും അതിലുള്ള പാറകളെ പറ്റിയൊക്കെ ആര് പറയണവൻ കേട്ടിട്ടുണ്ട്? ഗ്രാമീണർ. ഹി വിഷ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി. അതൊക്കെ കേൾക്കുമ്പോൾ ഇവന് എന്താ ആഗ്രഹം ഉണ്ടായിരുന്നു? ഈ വെള്ളത്തിലൊക്കെ ഒന്ന് തൊട്ട് അതിനൊന്ന് ആസ്വദിക്കണം എന്ന് അവന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടെയിൻ. അവൻ എവിടെ നിന്നത്? അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളൊരു കുന്നിൽ. ആ കുന്ന് എന്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളത്? ഈ മലയുടെ ഓപ്പോസിറ്റുള്ള ഇവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കുന്നിൽ ഇവൻ നിന്നിട്ട് എന്ത് ചെയ്ത്? ആൻഡ് ഗെയ്സ്ഡ് അക്രോസ് ദ വാലി. ആ താഴ്വരയിലേക്ക്. ഗെയ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കുക. അവൻ താഴ്വരയിലേക്ക് നോക്കി. ഡ്രീമിങ് ഓഫ് ദ റിവർ. അപ്പോൾ അവൻ എന്തിനെക്കുറിച്ചാണ് സ്വപ്നം കണ്ടത്? ഈ റിവറിനെ, ഈ പുഴയെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ട് ഇവനിങ്ങനെ നിൽക്കുകയാണ്. ഹി വാസ് അബൌട്ട് 12 years old. അവനപ്പോൾ ഏകദേശം 12 വയസ്സുണ്ടായിരുന്നു. സ്റ്റഡി ബോയ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ഊർജ്ജസ്വലനായ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ. അവൻ്റെ മുടിയൊക്കെ എന്താ? അത്ര നല്ല ഇതൊന്നുമല്ല, മുടിയൊന്നും ചീകാണ്ട് അങ്ങനെ കിടക്കണ ഒരു മുടിയായിട്ട്. അൺടൈഡി ബ്ലാക്ക് ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. ഷൈനിങ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന ബ്ലാക്ക് ഐസും അൺടൈഡി ബ്ലാക്ക് ഹെയറൊക്കെ ആയിട്ടുള്ളൊരു ആൺകുട്ടി. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ആൺകുട്ടിയായിരുന്നു അവൻ. ഈ ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ്. അവൻ്റെ അവയവങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ. നല്ല ക്ലിയർ ആയിട്ടുള്ള ബ്രൗൺ സ്കിന്നാണ് അവനുള്ളത്. ആൻഡ് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വിയർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. അവൻ്റെ കൈയും കാലൊക്കെ ഭയങ്കര പരുക്കനായിരുന്നു. റഫ് എന്ന് പറഞ്ഞാൽ പരുക്കൻ, സ്ക്രാച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? പോറലൊക്കെ വന്നിട്ടുള്ള. ഹി വാസ് ബെയർ ഫൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചെരുപ്പില്ലാത്ത. അവൻ ചെരുപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നോട്ട് ബിക്കോസ് ഹീ കുഡിൻ അഫോർഡ് ഷൂസ്. എന്താ അവന് ഷൂസ് വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ടല്ല അവൻ ചെരുപ്പിടാത്തത്. ബട്ട് ബിക്കോസ് ഹി ലൈക്ക് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. പിന്നെ എന്തുകൊണ്ടാണ് അവൻ ചെരുപ്പിടാതിരുന്നത്? അവന് ഈ വാം സ്റ്റോൺസ്, ഈ വെയിലൊക്കെ ആയിട്ട് ചെറിയ ചൂടായിട്ട് കിടക്കുന്ന കല്ലുകളില്ലേ, അതിലിങ്ങനെ ചവിട്ടാനും പിന്നെ ചെറിയ തണുത്ത് കിടക്കണ പുല്ലില്ലേ, അതിലൊക്കെ ചവിട്ടാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എന്തിട്ടിട്ടില്ല? ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. ഇറ്റ് വാസ് 11 o'clock ആൻഡ് ഹി ന്യൂ ഹിസ് പാരൻസ് വുഡിൻ റിട്ടേൺ ഹോം ടിൽ ഈവനിങ്. അവൻ അങ്ങനെ നിന്നപ്പോൾ സമയം ഏകദേശം 11 മണിയായിരുന്നു രാവിലെ. അപ്പോൾ അവന് മനസ്സിലായി എന്തായാലും വൈകിട്ടാവാതെ അവൻ്റെ പാരൻസ് വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് അവന് മനസ്സിലായി. ദർ വാസ് എ ലോഫ് ഓഫ് ബ്രെഡ് ഹി കുഡ് ടേക്ക് വിത്ത് ഹിം. അവന് വീട്ടിലൊരു കഷ്ണം റൊട്ടി ഉണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു. അവനത് എടുക്കാം.
ആൻഡ് ഓൺ ദ വേ ഹി മൈറ്റ് ഫൈൻഡ് സം ഫ്രൂട്ട്സ്. അവന് ഇങ്ങോട്ട് പോകാൻ തീരുമാനിച്ചേക്കാണ് ഈ പുഴ കാണാൻ. അതുകൊണ്ട് തന്നെ ഈ പുഴ കാണാൻ പോകുന്ന സമയത്ത് എന്തെടുക്കാം, അവന് വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അതും അവന് എടുക്കാമെന്ന് അവൻ തീരുമാനിക്കുകയാണ്. ഹിയർ വാസ് ദ ഓപ്പർച്യൂണിറ്റി ഹി ഹാഡ് വെയിറ്റഡ് ഫോർ. ഇപ്പം ഇവൻ കാത്തിരുന്ന അവസരം വന്നു ചേർന്നേക്കാണ്. ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ് ഫോർ ദ എൻറ്റയർ ഡേ ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ. അവൻ്റെ ഫാദറും മദറും എവിടെ പോയേക്കാണ്, അവൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ കാണാനായിട്ട് പോയേക്കാം. അപ്പോൾ അവനെ ഒറ്റക്കാക്കിയിട്ട് അവർ അങ്ങനെ പോയിരിക്കുകയാണ്. ഇഫ് ഹി കെയിം ഹോം ബിഫോർ ദ റിട്ടേൺ ദേ വുഡിൻ നോ വെയർ ഹി ഹാഡ് ബീൻ. അതായത് അവർ വന്നതിലും മുമ്പ് അല്ലെങ്കിൽ ഇരുട്ടാവണേലും മുമ്പ് വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല ഇവൻ എവിടെയെങ്കിലും പോയിന്ന് അവർക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് അവൻ ചിന്തിക്കുകയാണ്. ഹി വെൻറ്റ് ഇൻ ടു ദ ഹൗസ് ആൻഡ് റാപ്ഡ് ദ ലോഫ് ഇൻ എ ന്യൂസ് പേപ്പർ. അവൻ വീടിൻ്റെ അകത്ത് കയറിയിട്ട് എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ആ ബ്രെഡിൻ്റെ കഷ്ണമില്ലേ, റൊട്ടി കഷ്ണം എടുത്തിട്ട് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു. ദെൻ ഹി ക്ലോസ്ഡ് ഓൾ ദ ഡോർസ് ആൻഡ് വിൻഡോസ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വാതിലുകളും ജനലുകളൊക്കെ അടച്ചു. ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്ഡ് സ്റ്റീപ്ലി ഇൻ ടു ദ വാലി. ആ പാത്ത് എന്ന് പറഞ്ഞ വഴി, റിവറിലേക്കുള്ള വഴി എങ്ങനെയായിരുന്നു, ഭയങ്കര കുത്തനെയുള്ള വഴിയായിരുന്നു. ഒരു കുന്നിൻ ചെരുവിലേക്കുള്ള, വാലി എന്ന് പറഞ്ഞാൽ കുന്നിൻ ചെരുവിലേക്കുള്ള ഒരു കുത്തനെയുള്ള വഴിയാണ്. ദെൻ റോസ് ആൻഡ് വെൻറ്റ് റൗണ്ട് ദ ബിഗ് മൗണ്ടെയിൻ. പിന്നെ അത് ഉയർന്നിട്ട് ഈ വലിയ മൗണ്ടെയിൻ ഇല്ലേ, ആ മലയുടെ ചുറ്റുമാണ് ആ വഴി. ആ റിവറിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ മല ചുറ്റിയിട്ട് വേണം പോകാൻ. ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദ വില്ലേജേഴ്സ്. ഈ വഴി കൂടുതലും വില്ലേജേഴ്സൊക്കെ ഉപയോഗിക്കാറുണ്ട്, അവിടെയുള്ള ഗ്രാമീണരൊക്കെ ഉപയോഗിക്കാറുള്ള വഴിയാണ്. ദ വുഡ് കട്ടേഴ്സ്, മരം വെട്ടുകാരും, മിൽക്ക്മെൻ, പാൽക്കാരും, മ്യൂൾ ഡ്രൈവേഴ്സ്, കഴുത വണ്ടിക്കാരെല്ലാവരും, കഴുത ഓടിക്കണവർ, കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യണവരാണ് മ്യൂൾ ഡ്രൈവേഴ്സ്. അവരെല്ലാവരും എന്തുപയോഗിക്കാറുണ്ട്, ഈ റോഡ് ഉപയോഗിക്കാറുണ്ട്. ബട്ട് ദർ വെയർ നോ വില്ലേജേഴ്സ് ബിയോണ്ട് ദ മൗണ്ടെയിൻ. പക്ഷേ ഈ മൗണ്ടെയിൻ്റെ അപ്പുറത്ത്, ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത്, ഈ മലയുടെ അപ്പുറത്ത് ആരുമില്ല, ഒറ്റ ഗ്രാമീണരും ഇല്ല. ഓർ നിയർ ദ റിവർ, ഈ റിവറിൻ്റെ പുഴയുടെ അടുത്തും ആരും താമസമില്ല, ഈ മലയുടെ അപ്പുറത്തും ആരും താമസമില്ല. ദ ബോയ് പാസ്ഡ് എ വുഡ് കട്ടർ ആൻഡ് ആസ്ക്ഡ് ഹിം ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദ റിവർ. ബോയ് എന്ത് ചെയ്തു, ഇങ്ങനെ നടന്നു പോയപ്പോൾ ആരെ കണ്ടു, ഒരു വുഡ് കട്ടർ എന്ന് പറഞ്ഞാൽ ആരാ, മരം വെട്ടുകാരൻ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഈ റിവറിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന്. ദ വുഡ് കട്ടർ വാസ് എ ഷോർട്ട് ബട്ട് പവർഫുൾ മാൻ. വുഡ് കട്ടർ എങ്ങനെയുള്ള ആളായിരുന്നു, ഭയങ്കര ഷോർട്ട്, അധികം ഉയരമില്ലാത്ത പക്ഷേ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. വിത്ത് എ ക്രീസ്ഡ് ആൻഡ് വെതേർഡ് ഫേസ്. ക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ എണ്ണമയമൊക്കെയുള്ള, അഴുക്കൊക്കെ അടിഞ്ഞ. വെതേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കരിവാളിച്ച മുഖമൊക്കെ ഉള്ളവർ. ആൻഡ് മസിൽസ് ദാറ്റ് സ്റ്റുഡ് ഔട്ട് ഇൻ ഹാർഡ് അഗ്ലി ലംസ്. നല്ല മസിലൊക്കെ ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം. 7 miles ഹി സെഡ്. 7 മൈലുണ്ടെന്ന് അദ്ദേഹം പറയാണ്. വിച്ച് വാസ് ഫെയർലി ആക്യുറേറ്റ്. അത് ഏകദേശം കറക്റ്റും ആയിരുന്നു. വൈ ഡു യു വാണ്ട് ടു നോ, നീ എന്തിനാ അത് അറിയണേന്ന് അദ്ദേഹം ചോദിച്ചു അവനോട്. ഐ എം ഗോയിങ് ടു ദ റിവർ സെഡ് ദ ബോയ്. ഞാൻ പുഴ കാണാൻ പോകാൻ, പുഴയിലേക്ക് പോകുന്നതാണെന്ന് പറഞ്ഞു. അലോൺ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഒറ്റയ്ക്കോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓഫ് കോഴ്സ്, തീർച്ചയായും ഒറ്റയ്ക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ. ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദെയർ ആൻഡ് then you have to come back. It will be getting dark. Besides, it is not an easy road. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഇത് നല്ല ദൂരമുണ്ട്, നീ അങ്ങോട്ട് പോകണമെങ്കിൽ 3 മണിക്കൂർ എടുക്കും, അവിടുന്ന് തിരിച്ചു വരാനും അത്രയും സമയം തന്നെ എടുക്കും. പിന്നെ നീ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇരുട്ടായിട്ടും ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ആ റോഡ് ഭയങ്കര മോശമാണെന്ന് പറഞ്ഞു. ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ സെഡ് ദ ബോയ്. പക്ഷേ എനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റും എന്ന് അവൻ പറഞ്ഞു. ദോ ഹി ഹാഡ് നെവർ വാക്ക് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. അതായത് അവൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള 1 മൈൽ മാത്രമേ അവൻ നടന്നിട്ടുള്ളൂ ശരിക്കും. അതിൽ കൂടുതൽ നടക്കുകയൊന്നുമില്ല, അത് നടന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇവൻ കള്ളം പറഞ്ഞു തന്നെ ഞാൻ നല്ലൊരു വാക്കറാണെന്ന്, ഞാൻ നന്നായിട്ട് നടക്കും എന്ന് അവൻ പറഞ്ഞു അദ്ദേഹത്തോട്. ദ പാത്ത് വാസ് സ്റ്റീപ്പ് ആൻഡ് ദ ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദ ടൈം. ഈ വഴി എങ്ങനെയായിരുന്നു, കുത്തനെയുള്ള ഇറക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആൺകുട്ടിക്ക് മിക്ക സമയത്തും ഓടേണ്ട വന്നു. ഇറ്റ് വാസ് എ ഡിസി വൈൻഡിങ് പാത്ത് ആൻഡ് ഹി സ്ലിപ്ഡ് വൺസ് ഓർ ട്വൈസ്. ആ വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര കറങ്ങി തിരിഞ്ഞുള്ള വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, 2-3 പ്രാവശ്യം തെന്നി വീണു. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്. ആ കുന്നിൽ നിറയെ പഞ്ഞപ്പുല്ല് പോലത്തെ പച്ച നിറത്തിലുള്ള ഒരു പുല്ല് നിറഞ്ഞ് നിൽക്കായിരുന്നു. ദ ട്രീസ് വെർ വൂണ്ട് ഇൻ ക്രീപ്പേഴ്സ്. മരങ്ങളിലൊക്കെ വള്ളിച്ചെടികളൊക്കെ പടർന്ന് കിടക്കായിരുന്നു. ആൻഡ് എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ സഡൻലി റിയർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസ്. ഈ മരങ്ങളുടെ ഇടയിലും ഈ പുല്ലിൻ്റെ ഇടയിലും ഈ ഇലകളുടെ ഇടയിൽ കൂടെ എന്ത് കാണാൻ പറ്റും, ഒരു ഗോൾഡൻ കളറിലുള്ള ഡാലിയ പൂവിനെയും കാണാൻ പറ്റി. സൂൺ ദ ബോയ് വാസ് ഇൻ ദ വാലി ആൻഡ് ദ പാത്ത് സ്ട്രെയിറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്. അതായത് ഈ ബോയ് പെട്ടെന്ന് വാലി താഴ്വരയിലെത്തി.
അപ്പോൾ തന്നെ ഈ വഴി കുറച്ച് നേരെയായി. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അതായത് അവൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ആര് വരുന്നുണ്ടായി? ഒരു പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. ഷീ ഹെൽഡ് എ ലോങ് കർവ്ഡ് നൈഫ് വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. അവളുടെ കയ്യിൽ ഒരു അരിവാൾ പോലത്തെ ഒരു കത്തിയോ ഇങ്ങനെ വളഞ്ഞ കത്തി ഉണ്ടായിരുന്നു. വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. അവൾ അതുകൊണ്ട് എന്ത് ചെയ്യായിരുന്നു? പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദ ബാംഗിൾസ് ഷീ വോർ മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹർ ഹാൻഡ്സ്. അതായത് അവൾ ഇങ്ങനെ പുല്ല് വെട്ടണ സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന വളകളൊക്കെ കിലുങ്ങണുണ്ടായിരുന്നു. നല്ലൊരു മ്യൂസിക് ആയിരുന്നു അതിന്. ആൻഡ് ഇറ്റ് വാസ് ആസ് ദോ ദ ഹാൻഡ്സ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. അതായത് അവളുടെ കൈകൾ തന്നെ ഒരു പ്രത്യേക ഭാഷ സംസാരിക്കണ പോലെ തോന്നിയിരുന്നു അവളുടെ ആ വളകൾ കിലുങ്ങണ കേട്ടപ്പോൾ. ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ റിവർ ആസ് ദ ബോയ്. അപ്പോൾ ആ പെൺകുട്ടീനോട് ഇവൻ ചോദിച്ചു, ഈ പുഴയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചു. ദ ഗേൾ ഹാഡ് ഒബ്വിയസ്ലി നെവർ ബീൻ ടു ദ റിവർ, ഓർ ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് അനദർ വൺ, ബിക്കോസ് ഷീ സെഡ് 20 miles വിതൗട്ട് എനി ഹെസിറ്റേഷൻ. അവൾ മിക്കവാറും എന്ത് ചെയ്തിട്ടില്ല, അവൾ 20 മൈലിനാണ് ദൂരം പറഞ്ഞത്. അപ്പോൾ ഇവൻ ചിന്തിക്കുകയാണ്, എന്തായാലും ഈ കുട്ടി ഈ റിവറിൽ പുഴയിൽ ഇതുവരെ പോയിട്ടില്ല, അല്ലെങ്കിൽ അവൾ ഞാൻ ഈ പുഴ എന്ന് പറഞ്ഞപ്പോൾ വേറെ ഏതെങ്കിലും പുഴയെക്കുറിച്ചായിരിക്കും ഓർത്തത്, അതുകൊണ്ടായിരിക്കും ഇവളെ 20 miles എന്ന് പറഞ്ഞതെന്ന്. ഒരു മടിയില്ലാണ്ട് ഒരു ഉറപ്പായിട്ട് പറയണമല്ലോ, ഉറപ്പ് പറയണമല്ലാണ് അവൾ പറഞ്ഞത്. എന്ത് 20 miles 20 മൈൽ ദൂരം ഉണ്ടെന്ന് പറഞ്ഞു. ദ ബോയ് ലാഫ്റ്റ് ആൻഡ് റാൻ ഡൗൺ ദ പാത്ത്. കുട്ടി എന്ത് ചെയ്ത് ചിരിച്ചിട്ട് വേഗം ആ വഴിയിൽ ഇങ്ങനെ ഓടിപ്പോയി. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്. പെട്ടെന്ന് ഒരു തത്ത വന്ന് ഇങ്ങനെ ചിലച്ചു. ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ്. അവൻ്റെ തലയുടെ താഴെ നിന്നിങ്ങനെ പറന്നു പോയി. എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. പെട്ടെന്നൊരു റെഡ് ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ പോകണ പോലെ നമുക്ക് തോന്നുന്നത് ആ തത്ത ഇങ്ങനെ വരുമ്പോൾ. ദ ബേർഡ് ഡിസപ്പിയർഡ് അമംഗ് ദ ട്രീസ്. പെട്ടെന്ന് ആ പക്ഷി എവിടെ പോയി? ഈ മരങ്ങളുടെ ഇടയിലൊക്കെ അതിനെ കാണാതെ അത് അങ്ങോട്ട് പറന്നുപോയി. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ്. അതായത് ഈ ഹിൽ സൈഡ് മലമുകളിൽ നിന്ന് എന്ത് വരുന്നുണ്ടായിരുന്നു? ചെറിയ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ആൻഡ് ദ ബോയ് സ്റ്റോപ്പ് ടു ഡ്രിങ്ക്. അവിടെ പോയി കുട്ടി എന്ത് ചെയ്തു? വെള്ളം കുടിച്ചു. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ്. നല്ല തണുത്ത വെള്ളമായിരുന്നു, ബട്ട് വെരി റിഫ്രഷിങ്. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ നല്ല ആശ്വാസമായി. ഹവവർ ഇറ്റ് സീം ടു ഹാവ് ദ ഇഫക്റ്റ് ഓഫ് മേക്കിംഗ് ഹിം മോർ തേഴ്സ്റ്റി. അത് കുടിച്ചു കഴിയുമ്പോൾ അവന് വീണ്ടും ഭയങ്കര ദാഹം പോലെ തോന്നി. ദ സൺ വാസ് സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ദ ഹിൽ ആൻഡ് ദ ഡസ്റ്റി പാത്ത് ബിക്കെയിം ഹോട്ടർ, ദ സ്റ്റോൺസ് സ്കോച്ചിങ് ദ ബോയ്സ് ഫീറ്റ്. സൺ എന്ത് ചെയ്തായിരുന്നു? സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ദ ഹിൽ. ഭയങ്കര നല്ല ചൂടായിരുന്നു, ഈ സൂര്യൻ്റെ ഭയങ്കര ചൂടായിരുന്നു. ആൻഡ് ദ ഡസ്റ്റി പാത്ത് ബിക്കെയിം ഹോട്ടർ. ഈ ഡസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മണ്ണുള്ള പൊടിമണ്ണൊക്കെയുള്ള ഒരു വഴിയായിരുന്നു അത്. ആ വഴി നല്ല ചൂടായി. ദ സ്റ്റോൺസ് സ്കോച്ചിങ് ദ ബോയ്സ് ഫീറ്റ്. ഈ കല്ലുകളൊക്കെ ചൂടായിട്ട് അവൻ്റെ കാലിങ്ങനെ പൊള്ളാൻ തുടങ്ങി. ഹി വാസ് ഷുവർ ഹി ഹാഡ് ഗോൺ ഹാഫ് വേ. ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഓവർ ആൻ അവർ. അപ്പോൾ അവന് ഉറപ്പായി എന്തായാലും ഇവൻ പകുതി വഴി എത്തിയെന്ന് ഇവന് ഉറപ്പായി. കാരണം ഇവന് ഏകദേശം 1 മണിക്കൂറിലൊക്കെ കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ട്. പ്രസൻ്റ്ലി ഹി സോ അനദർ ബോയ് എഹെഡ് ഓഫ് ഹിം ഡ്രൈവിങ് എ ഫ്യൂ ഗോഡ്സ് ഡൗൺ ദ പാത്ത്. അതായത് അപ്പം അവൻ എന്ത് കണ്ടു? അവൻ്റെ ഫ്രണ്ടിൽ, എഹെഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ, മുമ്പിൽ ആരെ കണ്ടു? വേറൊരു ആൺകുട്ടീനെ കണ്ടു. അവൻ എന്ത് ചെയ്യായിരുന്നു? ഡ്രൈവിങ് എ ഫ്യൂ ഗോഡ്സ് ഡൗൺ ദ പാത്ത്. ആ വഴി കൂടെ കുറച്ച് ആടുകൾ ഇങ്ങനെ മേയിച്ചുകൊണ്ട് പോവായിരുന്നു അവൻ. ഹൗ ഫാർ ഈസ് ദ റിവർ ഹി ആസ്ക്ഡ്. റിവറിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചു. ദ വില്ലേജ് ബോയ് സ്മൈൽഡ് ഇൻ എ ഫ്രണ്ട്ലി വേ ആൻഡ് സെഡ്, ഓ നോട്ട് ഫാർ, ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രെയിറ്റ് ഡൗൺ. ഓ അധികം ദൂരമൊന്നുമില്ല എന്ന് പറഞ്ഞു. വില്ലേജ് ബോയ് എന്താ ഒന്ന് ചിരിച്ചിട്ട് സ്മൈൽ ചെയ്തിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു, ഓ നോട്ട് ഫാർ, അധികം ദൂരമൊന്നുമില്ല, ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ, അടുത്ത താഴ്വരയുടെ അടുത്ത് തന്നെയാണ്, ആൻഡ് സ്ട്രെയിറ്റ് ഡൗൺ, അവിടെ നേരെ പോയാൽ മതി എന്ന് പറഞ്ഞു. ദ ബോയ് ഫീലിംഗ് ഹംഗ്രി അൺറാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് ബ്രോക്ക് ഇറ്റ് ഇൻ ഹാഫ്സ്. അവൻ എന്ത് ചെയ്തു? ഭയങ്കര വിശപ്പ് തോന്നി ഈ ആൺകുട്ടിക്ക്. അവൻ എന്ത് ചെയ്തു? അവൻ ഈ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വന്ന ഈ ബ്രെഡൊക്കെ എടുത്ത് അത് പകുതിയായിട്ട് മുറിച്ചു. ഓഫറിങ് 1 portion ടു ദ വില്ലേജ് ബോയ്. പകുതി ആർക്ക് കൊടുത്തു? ആ വില്ലേജ് ബോയ്ക്ക് കൊടുത്തു. ദ സാറ്റ് ഓൺ ദ ഹിൽ സൈഡ് ആൻഡ് എയ്റ്റ് ഇൻ സൈലൻസ്. അവർ ആ ഹിൽ സൈഡിലൊക്കെ ഇരുന്നിട്ട് എന്ത് ഒന്നും സൈലൻസിലിരുന്ന് അങ്ങനെ കഴിച്ചു. വെൻ ദേ ഹാഡ് ഫിനിഷ് ദേ വാക്ക്ഡ് ഓൺ ടുഗെദർ ആൻഡ് ബിഗാൻ ടോക്കിംഗ് ആൻഡ് ടോക്കിംഗ്. അവരതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ഒരുമിച്ച് ഇങ്ങനെ നടന്നു വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ദ ബോയ് ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്മാർട്ടിങ് ഓഫ് ഹിസ് ഫീറ്റ് ആൻഡ് ദ ഹീറ്റ് ഓഫ് ദ സൺ ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് കവേർഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് യെറ്റ് ടു കവർ. അതായത് ഈ കുട്ടി ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോയപ്പോൾ ഇവന് എന്ത് തോന്നിയില്ല?
ഇവൻ്റെ കാലിനുള്ള തളർച്ചയോ അല്ലെങ്കിൽ സൂര്യൻ്റെ ചൂടോ അവൻ എത്ര ദൂരം വന്നെന്നോ ഇനി എത്ര ദൂരം പോവേണ്ട വരുമെന്നോ അതൊന്നും അവന് ചിന്തിച്ചില്ല. അവനിങ്ങനെ സംസാരിച്ച് പോയപ്പോൾ. ബട്ട് ആഫ്റ്റർ സം ടൈം ഹിസ് കമ്പാനിയൻ ഹാഡ് ടു ഡൈവേർജ് അലോങ് അനദർ പാത്ത്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ എന്തോ ചെയ്യേണ്ടി വന്നു, വേറൊരു വഴി കൂടെ പോവേണ്ടി വന്നു. ആൻഡ് ദ ബോയ് വാസ് വൺസ് മോർ ഓൺ ഹിസ് ഓൺ. അപ്പോൾ വീണ്ടും ആ ബോയ് എന്തായി, ഒറ്റയ്ക്കായി. ഹി മിസ് ദ വില്ലേജ് ബോയ് ഹി കുഡ് നോട്ട് ബി സീൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വേറെ വഴിയിൽ പോയതുകൊണ്ട് തന്നെ അവൻ ആ വില്ലേജ് ബോയിനെ പിന്നെ കാണാൻ പറ്റിയില്ല. ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ വീടും ആ മൗണ്ടെയിൻ്റെ സൈഡിലുള്ള അവൻ്റെ വീട് പോലും അവന് കാണാൻ പറ്റണില്ല. ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് ഈതർ. എന്നിട്ട് അവന് ആ പുഴ ഇതുവരെ കാണാൻ പറ്റിയില്ല. ഹി ബിഗാൻ ടു ഫീൽ ഡിസ്കറേജ്ഡ്. അവനുള്ള ഉത്സാഹമൊക്കെ പോകാൻ തുടങ്ങി. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ്ഡ് ദ ബ്രെഡ് ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റർ. അപ്പോൾ അവന് ആ ബ്രെഡൊക്കെ തിന്നെടുത്ത് ഭയങ്കര വിഷമായി. ഇനി എന്തായാലും എനിക്ക് വിഷമം ഇനി ഒന്നുമില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഇനി ഇത് ആവശ്യം വരുമല്ലോ എന്ന് അവൻ ചിന്തിക്കുകയാണ്. ഹി വാസ് ഡിറ്റർമിൻഡ് ടു സീ ദ റിവർ. എന്തായാലും അവൻ ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഉറച്ച തീരുമാനമെടുക്കുക. എന്തായാലും പുഴ കാണണം എന്ന് അവൻ ഉറച്ച തീരുമാനമെടുത്തു. ഹി വാക്ക്ഡ് ഓൺ അലോങ് ദ ഹോട്ട് ഡസ്റ്റി സ്റ്റോണി പാത്ത് past mud huts and terrace fields until there were no more fields or huts, only forest and sun and loneliness. അതായത് അവന് ഇപ്പോൾ ഭയങ്കര ചൂടുള്ള കല്ലുകളൊക്കെ നിറഞ്ഞ പൊടിയൊക്കെ നിറഞ്ഞ ഈ വഴിയിലൂടെ ഇങ്ങനെ മൺകുടിലുകളൊക്കെ കടന്നു ഇങ്ങനെ നടന്നു പോയി. ലാസ്റ്റ് ഈ മൺകുടിലുകളും ഫീൽഡുകളും വയലുകളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തെത്തി. അവിടെ എന്താ ഉണ്ടായിരുന്നത്, ഒൺലി ഫോറസ്റ്റ് ആൻഡ് സൺ ആൻഡ് ലോൺലിനെസ്. അവിടെ ആകെ കാടും സൂര്യനും പിന്നെന്താ ഏകാന്തതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വേറെ ഒന്നുമില്ല. നൗ ദർ വാസ് നോ മാൻ ഓർ എനി സൈൻ ഓഫ് മാൻസ് ഇൻഫ്ലുവൻസ്. അവിടെ ആരും മനുഷ്യരൊന്നുമില്ല. അവിടെ മനുഷ്യർ ജീവിച്ചിരുന്നെന്ന് പോലും തോന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തെത്തി. ഓൺലി ട്രീസ് ആൻഡ് റോക്സ് ആൻഡ് ബ്രാമ്പിൾ ആൻഡ് ഫ്ലവേഴ്സ്, ഓൺലി സൈലൻസ്. അവിടെ എന്തൊക്കെയുണ്ട്, ഓൺലി ട്രീസ് മരങ്ങളും, റോക്സ് പാറകളും, ബ്രാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തരം മുൾച്ചെടിയാണ് ബ്രാമ്പിൾ, ആൻഡ് ദ ഫ്ലവേഴ്സ് പൂവുകളും, പിന്നെ ഒളി സൈലൻസ്, പിന്നെ നിശബ്ദതയും മാത്രമേ ഉള്ളൂ അവിടെ. ദ സൈലൻസ് വാസ് ഇംപ്രസീവ് ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്. സൈലൻസ് നല്ല ഇംപ്രസീവ് ആയിരുന്നു, നമുക്ക് നല്ല ഇഷ്ടപ്പെടും, പക്ഷേ എന്തോ ചെറിയ നമുക്കൊരു പേടിയും തോന്നും. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ്, ഓഫ് ദ അൺനോൺ, ദ സൈലൻസ് ഓഫ് ഗോഡ്. അതായത് നമ്മളൊരു റൂമിലുള്ള ഒരു സൈലൻസ് പോലെയല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് തെരുവിലുള്ള ഒരു സൈലൻസ് പോലെയൊന്നും അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സൈലൻസ്. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ്, ഓഫ് ദ അൺനോൺ, ഓഫ് ദ സൈലൻസ് ഓഫ് ഗോഡ്. എങ്ങനെയുള്ള സൈലൻസ് ആയിരുന്നു അവിടെ, ഒരു പ്രത്യേക ഒരു സ്ഥലത്തിൻ്റെ ഒരു സൈലൻസ് ആയിരുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു തരം ഒരു സൈലൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ദൈവികമായിട്ടുള്ള സൈലൻസ് ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ ആസ് ദ ബോയ് റൗണ്ടഡ് എ ഷാർപ്പ് ബെൻഡ് ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്. അതായത് ഈ കുട്ടി ഒരു വളവ് ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോഴത്തേക്കും സൈലൻസ് ഒക്കെ മാറിയിട്ട് ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അത് സഡൻ റോറിങ് സൗണ്ട്. റോറിങ് എന്ന് പറഞ്ഞാൽ ഇരമ്പുക. പെട്ടെന്നുള്ള ഒരു ഇരമ്പൽ സൗണ്ടാണ് അവൻ കേട്ടത്. ദ സൗണ്ട് ഓഫ് ദ റിവർ. അതെന്തിൻ്റെ സൗണ്ടായിരുന്നു, പുഴയുടെ സൗണ്ടായിരുന്നു. പുഴ ഇരമ്പുന്ന സൗണ്ടാണ് അവൻ കേട്ടത്. ഫാർ ഡൗൺ ഇൻ ദ വാലി ദ റിവർ ടംബിൾഡ് ഓവർ റോക്സ്. അതായത് അവനിങ്ങനെ ചെന്ന് താഴ്വരയുടെ താഴത്തേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്, ഈ പുഴ ഇങ്ങനെ പാറക്കെട്ടുകളുടെ മുകളിലൂടെയൊക്കെ ഒഴുകി പോകുന്നതാണ് അവൻ കണ്ടത്. ദ ബോയ് ഗ്യാസ്പ്ഡ്. അവനിങ്ങനെ കിതയ്ക്കുകയാണ്, ഇങ്ങനെ നടന്നു വന്നുകൊണ്ട് അവൻ കിതച്ചു. ആൻഡ് ബിഗാൻ ടു റൺ. പെട്ടെന്ന് ആ പുഴ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി. ഹി സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾ ബട്ട് സ്റ്റിൽ ഹി റൺ. അവന് ഇങ്ങനെ തെന്നി തട്ടി വീഴാനൊക്കെ പോയി, പക്ഷേ എന്നാലും അവൻ ഓടി. ദെൻ ഹി വാസ് ആങ്കിൾ ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ. എന്നിട്ട് അവൻ എവിടെ എത്തി, പുഴയിലെത്തി. അവൻ്റെ കണങ്കാലൊക്കെ ഈ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചു. ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. ആ വെള്ളം ഭയങ്കര നല്ല വെളുത്ത നിറത്തിലും നീല നിറത്തിലൊക്കെയുള്ള നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള വെള്ളമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒട്ടും മലിനപ്പെടാത്തൊരു വെള്ളമായിരുന്നു അതെന്നാണ് നമ്മളുടെ റൈറ്റർ പറയുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഒരു ആൺകുട്ടി പ്രകൃതിയെ ആസ്വദിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതെന്നും അവൻ വഴിയിൽ കാണുന്ന കാര്യങ്ങളും അവനുണ്ടാകുന്ന അനുഭവങ്ങളും പ്രകൃതിയുമായി അവൻ എങ്ങനെയാണ് ഇടപഴകുന്നത് എന്നൊക്കെയാണ് നമ്മളുടെ റൈറ്റർ ഈ സ്റ്റോറിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.